ജയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഊണ് കഴിച്ചോ? ഞാൻ ഊണ് കഴിച്ചില്ല. ഞാൻ വിചാരിച്ചൊരു പഴുത്തമാങ്ങ കഴിക്കാമെന്ന്. അപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഉള്ളതാ. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ പഴുത്തമാങ്ങ കഴിച്ചുകൂടാന്നൊക്കെയാണല്ലോ പറയാറ്. പക്ഷേ ഡയബറ്റീസുകാർക്ക് ഒരു പഴുത്തമാങ്ങ കഴിച്ചെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല, കൂടത്തൊന്നുമില്ല. ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 147 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഒരു പഴുത്തമാങ്ങ കഴിച്ചു. ഇന്ന് ചെക്ക് ചെയ്തപ്പോഴും അതേപോലെ തന്നെ നിൽക്കുക. കൂടുതലും ഇല്ല, കുറവുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ പഴുത്തമാങ്ങ തിന്നാതൊന്നും ഇരിക്കേണ്ട, തിന്നാം. പക്ഷേ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. കുറച്ച് കഴിക്കാം, നമ്മുടെ കൊതിക്ക് ഒന്ന് കഴിക്കാം. അപ്പോൾ ഇത് വീടുകളിൽ പഴുപ്പിച്ച മാങ്ങ. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയതല്ല. ഇത് കൃത്രിമമായിട്ടൊന്നും പഴുപ്പിച്ചല്ല. നമ്മൾ പണ്ട് കാലത്ത് ഈ കച്ചിയിലൊക്കെ പറിച്ച് വെച്ച് പഴുപ്പിക്കത്തില്ല, അതേമാതിരി ഇവിടെ വീടുകളിൽ, ഗ്രാമപ്രദേശത്ത് വീടുകളിൽ പഴുപ്പിച്ച് അവർ വിൽക്കുക. അപ്പോൾ അതറിഞ്ഞ് നമ്മൾ വാങ്ങിയതാ. അപ്പോൾ ഇത് നല്ല മാങ്ങയാണ്, മാൻപുറാത്ത് എന്ന് പറയും. അപ്പോൾ ഇത് ഗോവയിലെ നമ്പർ 1 മാങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചെത്തി കാണിക്കാം. നല്ല മധുരമാണ്, നല്ല ദശയുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിന് നല്ല വിലയുമാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഇതിൻ്റെ മണ്ടയൊന്ന് ചെത്തിക്കൊണ്ടുവരട്ടെ. കണ്ട, ഇങ്ങനെ കാണുന്നെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല കളറാണ്. ആ കളർ പോലെ നല്ല മധുര രുചിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡയബറ്റീസുകാർ കഴിക്കുന്നത് ഈ മാങ്ങയുടെ തൊലി കളഞ്ഞ് കഴിക്കരുത്. നമ്മളെപ്പോഴും മാങ്ങ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പൂളാക്കി വെക്കണം. അപ്പം നമ്മൾ ആ തൊലിയോടെ കഴിച്ചാലേ നമുക്ക് ഗുണം ചെയ്യത്തുള്ളൂ. ആ ഡയബറ്റീസ് ഒന്ന് കൺട്രോളിൽ നിർത്തും. അത് എൻ്റെ ഒരു നിഗമനമാണ്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ പറയുക. അപ്പോൾ കണ്ട, നമ്മളിങ്ങനെ പൂളി എടുക്കണം. നമ്മളിങ്ങനെ പൂളിയെടുത്ത്, അപ്പം മാങ്ങയെല്ലാം പൂളി എടുത്തിട്ടുണ്ട്. പൂളിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പം മാങ്ങാണ്ടിയുടെ വലിപ്പം കണ്ടോ, വളരെ തിന്നാട്ടാണ്. മാങ്ങാണ്ടി വളരെ ചെറുതാണ്, ദശയുള്ള മാങ്ങയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇങ്ങനെ അങ്ങോട്ട് കുത്തി കുത്തി ഓരോന്നങ്ങോട്ട് കഴിക്കാം. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു കുഴപ്പമില്ല. നമ്മൾ തൊലിയോടെ കൂടി കഴിക്കണം. അപ്പം നമ്മുടെ ഡയബറ്റീസ് ഒക്കെ ഒന്ന് കൺട്രോളിൽ നിൽക്കും. നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഒരുപാടാവരുത്, നമ്മുടെ കൊതിക്ക് വേണ്ടി കഴിക്കാം. കഴിക്കരുത് അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല, കഴിക്കാം. പഴുത്തൊക്കെ ആയാലും നമുക്ക് കൊതിക്ക് വേണ്ടി കുറച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഡയബറ്റീസ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്, മാങ്ങ കഴിക്കാം കേട്ടോ. നല്ല മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകി പൂളി കഷ്ണങ്ങളാക്കി തൊലിയോടെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ.